വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയിളവ് തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറുമെന്ന സൂചന നൽകി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ജനസമൂഹത്തിന്റെ ശബ്ദം UDF കേൾക്കുമെന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്ന് അദ്ദേഹം പറഞ്ഞു. വിഷയം UDF തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും സ്പീക്കർ പ്രതികരിച്ചു. നല്ല ബക്കറ്റ് വെള്ളം വെച്ചിട്ട് എന്തിനാ ഒരു തുള്ളി വിഷം ഒഴിക്കുന്നത്? നമുക്ക് എല്ലാം ഭംഗിയായി പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ആ ശ്രമത്തിൽ നമ്മൾ മുന്നോട്ട് പോകുകയാണ്. നമ്മൾ നന്മയ്ക്ക് വേണ്ടി നിൽക്കാം. കിഴക്കോട്ട് തിരിഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ നോട്ടവും കിഴക്കോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കാം. നമ്മൾ ഇതിനകത്ത് മറ്റ് ചില സൈഡ് ലൈറ്റ്സൊക്കെ വരാം. അതൊന്നും ഞാനില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതിനെ കൂടി ഒഴിവാക്കാനായിട്ടൊരു പുതിയ മാസ് മൂവ്മെൻ്റ് കേരളത്തിൽ ഒറിജിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മൂവ്മെൻറ്റിനോടൊപ്പം നമ്മൾ നിൽക്കുകയാണ്. UDF തീരുമാനിക്കും എന്ന് ഇവിടെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കമൻസും UDF തീരുമാനിക്കും എന്നുള്ള നിലയിലാണ്. ഈ ജനസമൂഹത്തിൻ്റെ ശബ്ദം UDF കേൾക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നികുതി ഇളവ് ചർച്ച ചെയ്ത ശേഷം മാത്രമേ നടപ്പാക്കൂവെന്ന് മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും AP അനിൽകുമാറും K മുരളീധരനും വ്യക്തമാക്കി. അല്ല, നമ്മൾ മദ്യനയത്തെ സംബന്ധിച്ചിടത്തോളം UDF ചർച്ച ചെയ്യും. കോൺഗ്രസിന് മദ്യനയമുണ്ട്. ഘട്ടം ഘട്ടമായി മദ്യത്തിൻ്റെ ഉപയോഗവും വിതരണവും കുറച്ചുകൊണ്ട് വരിക. ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ മദ്യനയം ഉണ്ടാകും. ആ മദ്യനയം ഉണ്ടാകുമ്പോൾ എല്ലാ ആശങ്കകളും മാറ്റും. അങ്ങനെ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ചർച്ച ചെയ്ത് അത് മാറ്റും. നമ്മുടെ ലക്ഷ്യം എന്താണ്? പുതിയ തലമുറയെ രക്ഷിക്കുക. ഈ വീര്യം കുറഞ്ഞ ലഹരിക്ക് നികുതി ഇളവാക്കുന്നു, കുറച്ചു കൊടുക്കുന്നു. മാത്രമല്ല, എക്സൈസ് മന്ത്രി പോലും അറിയാതെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള നടപടി ചെയ്തിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ഒരു പുതിയ തീരുമാനം എടുക്കുമ്പോൾ അത് കഴിഞ്ഞ കാലത്തെ പോലെ ഏകപക്ഷീയമായിട്ടല്ല. ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് ചർച്ച ചെയ്യും, UDF ചർച്ച ചെയ്തിട്ടേ അതിലേക്ക് പോകൂ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗവൺമെന്റിനകത്ത് മുന്നോട്ട് പോകുമ്പോൾ അത് ശരിയല്ല എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ വന്നു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് ലീഡർഷിപ്പ് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഉൾക്കൊള്ളും. ഷഫീദ് റാവത്താണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് ചേരുന്നത്. ഷഫീദ്, ഈ മന്ത്രിമാരെല്ലാം പറയുന്നുണ്ട് UDF അത് ചർച്ച ചെയ്യുമെന്ന്. സ്പീക്കറാകട്ടെ ജനസമൂഹത്തിന്റെ ശബ്ദം മുന്നണി കേൾക്കുമെന്നുള്ള വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു മാറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ ഷഫീദ്? ഉന്മേഷ്, പൂർണ്ണമായ മാറ്റം നമുക്ക് അക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം ആകാംക്ഷയോടെ നമ്മൾ നോക്കിക്കാണുന്ന ഒരു കാര്യം, ജൂലൈ 1 തീയതിയാണ് നിയമസഭയിൽ ധനബില്ല് വരുന്നത്. ആ ധനബില്ലിൽ ഈ ഇളവ് നൽകിയ നികുതി ഘടന ഉണ്ടാകുമോ എന്നുള്ളതാണ്. നമുക്കിതിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി VD സതീശൻ മറുപടി പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ചർച്ച ചെയ്ത അതിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വീര്യം കുറഞ്ഞ മദ്യം സംസ്ഥാനത്ത് വിൽപ്പന നടത്താനുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ. അങ്ങനെ തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ഉണ്ടാകേണ്ട നികുതി ഘടന അത് ബജറ്റിൽ ഉൾപ്പെടുത്തി എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. മുഖ്യമന്ത്രി പറഞ്ഞ അദ്ദേഹത്തിന്റെ വിശദീകരണം, അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. ഏതായാലും മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തിന്റെ ധനബില്ലിൽ ഏതെങ്കിലും തരത്തിൽ ആ നികുതി ഘടന ഒഴിവാക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഉടനെ തന്നെ UDF യോഗം ചേരും. UDF യോഗത്തിനകത്ത് ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടക്കും. അതിനുശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. മാത്രവുമല്ല, കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ അതൃപ്തികൾ, അതിൽ പ്രത്യേകിച്ച് വകുപ്പ് മന്ത്രി, സാധാരണഗതിയിൽ ധനമന്ത്രിക്ക് നികുതി ഘടന ബജറ്റിൽ കൊണ്ടുവരാം, കാര്യമായ കൂടിയാലോചന വേണ്ട. പക്ഷേ അത് നടപ്പാക്കുന്ന സമയത്താണ് അത് പ്രായോഗികമാവുക, അല്ലെങ്കിൽ അത് ചിന്തിക്കേണ്ടി വരിക എന്നുള്ള കാര്യം നേരത്തെ തന്നെ M. ലിജു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വകുപ്പറിയാതെ നടത്തിയിട്ടുള്ള നീക്കത്തെ സംബന്ധിച്ച എക്സൈസ് വകുപ്പിന്റെ അതൃപ്തി, അതേപോലെ ഓപ്പറേഷൻ തൂഫാൻ അടക്കമുള്ള അഭിമാന പദ്ധതി നടപ്പിലാക്കി വരുമ്പോൾ സംസ്ഥാനത്ത് ഈ രീതിയിലൊരു ചർച്ചയുണ്ടായതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അതൃപ്തിയുണ്ട്. ഒരു പരിധി വിട്ട് ഏതെങ്കിലും തരത്തിൽ മുസ്ലിം ലീഗിന് VD സതീശനെ ഈ വിഷയത്തിൽ പിന്തുണയ്ക്കാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ ഫാക്ടറാണ്. ഇത് UDF ചർച്ചയാകും. UDF ഒരുപക്ഷെ ഉപസമിതി അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. അതിനുശേഷം ഈ മദ്യനയം ചർച്ചയാകുന്ന ജൂലൈ മാസത്തിലാണ്. ജൂലൈ ആദ്യമായിരിക്കും എക്സൈസ് വകുപ്പ് മദ്യനയം സംബന്ധിച്ച് തീരുമാനമെടുക്കുക. ആ സമയത്ത് ഇതും ചർച്ചയാകും. നിലവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തർക്കങ്ങൾ, പ്രത്യേകിച്ച് VM സുധീരൻ അടക്കം പരസ്യമായി പ്രകടിപ്പിച്ചിരിക്കുന്ന എതിർപ്പ്, അതടക്കമുള്ള കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ടി വരും. അതിനുശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിൽ ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ രണ്ടുവട്ടം ചിന്തിക്കേണ്ടി വരും VD സതീശൻ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. കാരണം അത്രയധികം എതിർപ്പ് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ മദ്യനയത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന മാത്രമായിരിക്കില്ല, ബാറുകളുടെ പ്രവർത്തന സമയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അടുത്ത മാസം ചർച്ച ആരംഭിക്കുന്ന മദ്യനയത്തിൽ ഉണ്ടാകും. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ അടുത്ത മാസത്തിന് ശേഷം പ്രതീക്ഷിച്ചാൽ മതിയാകും. ഉന്മേഷ് റാവുത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.